നീ കേട്ടില്ല. ആ സ്വല്പം താമസിച്ചു പോയി, സാരമില്ല. ഞങ്ങൾ 2 മണി വരെ കാത്തു, പിന്നെ അങ്ങ് ഉണ്ടു. അത് വേണ്ടായിരുന്നല്ലോ. ഞങ്ങളെയൊന്നും ആരും ഒരിടത്തും സമയത്ത് പ്രതീക്ഷിക്കാറില്ല. 100 ഓട്ടമല്ലേ, ആ വേണു ഉണ്ടായിരുന്നില്ലേ, അവൻ പറഞ്ഞില്ലേ? അവനാ പറഞ്ഞത് അളിയൻ എന്തായാലും ഉണ്ണാനിങ് എത്തുമെന്ന്. അതിനെന്താ, ഇനിയിപ്പോ ഉണ്ടാവല്ലോ. ആഹാ, പണിക്കരോ? നല്ല പുള്ളി. ഇങ്ങനാണോ സമയത്തിന് വരുന്നേ? അയ്യോ മീനെ ശകാരിക്കരുത്, നടന്ന് ഞാൻ പറയാം. ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വരികയാണല്ലോ. അപ്പോ ഞാൻ കൂട്ടത്തിലൊരു പ്രോഗ്രാം കൂടി ഇട്ടു. ഇവിടെ TVയിൽ വെച്ച് മിനിസ്റ്ററുമായിട്ടൊരു ഡിസ്കഷൻ. പാർട്ടിയുടെ അതിന് അളിയൻ അവിടെയെങ്കിലും ഒരു സൗകര്യം കിട്ടിയില്ലേ? സൗകര്യത്തിന്റെ അല്ല, ഇത് സ്വല്പം ടോപ്പ് സീക്രട്ടാ. ഇവിടെ ആവുമ്പോ പത്രക്കാർ മണത്തറിയുന്ന പ്രശ്നവുമില്ലല്ലോ. എന്നിട്ട് അതെങ്കിലും നേരത്തിന് നടന്നോ? നടന്നു, പിന്നെ നടക്കാതെങ്ങനെയാ. പക്ഷേ അങ്ങനെ വരാൻ കുറെ വൈകി. വടക്കുന്ന് ടൂറും കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു പുള്ളി. വഴിയിലെന്തോ കാറുമുട്ടലോ. മന്ത്രി അളിയനും കൂടെ ചേർന്ന് മന്ത്രിസഭയുടെ കാല് വാരിയോ? വാരിയില്ല, പക്ഷെ ഞങ്ങൾ 2 ഡിമാൻഡ് വയ്ക്കുന്നുണ്ട്. അത് നടന്നില്ലേ ചിലപ്പോ സംഗതി ഇങ്ങ് മൂട്ടിപ്പിടിച്ചിടും. വല്ലതും കഴിച്ചോണ്ടിരിക്കാം. കുഞ്ഞിനി പഠിക്കാൻ എടുക്കാനൊന്നും നിൽക്കണ്ട. അച്ഛനോട് പറഞ്ഞിട്ട് ഏതെങ്കിലും മന്ത്രി ഇടപാടിയത് കൊള്ളാവുന്ന ഏതെങ്കിലും ഏജൻസിയുടെ. ഇപ്പോ ഏജന്റുമാർക്ക് എല്ലായിടത്തും കോള്. പുള്ളിയോട് പറഞ്ഞിട്ടോ? അതിന് അച്ഛൻ പറഞ്ഞാൽ ഏത് മന്ത്രിയാ കേൾക്കുന്നേ? ഇതൊക്കെ വെറും പുളുവല്ലേ. പുള്ളി ഒന്നും മന്ത്രിയും കണ്ടിട്ടില്ല, TVയിലും കയറിയിട്ടില്ല. പിന്നെ അവിടെ ഇതുപോലെ കേസൊന്നും ഇല്ലാത്ത 4 വക്കീലന്മാരുണ്ട്. എല്ലാവരുടെ കാലത്തെ കുത്തിയിരുന്ന് റമ്മി കളിച്ചു കാണും, അത്ര തന്നെ. പോയ കൊല്ലം പിറന്നാളിന്റെ തലേ ദിവസമാ കൊളപ്പരയുടെ മതിലിടിഞ്ഞു വീണത്. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം മുഴുവനും വീഴ്ച ഉളുക്കുമായിരുന്നു. അതിന്റെ മുമ്പലത്തെ കൊല്ലമാ അറയ്ക്കകത്ത് പാമ്പിനെ കണ്ടത്. അത്തവണ അമ്മണിക്കൊരു കൊത്ത് കിട്ടി. മാലിനി മരിക്കുന്നതിന് മുമ്പത്തെ കൊല്ലം ഇതുപോലെ എന്റെ പിറന്നാളിന്റെ തലേന്ന് 3 തെങ്ങ് ഒന്നിച്ചിടി വീണ് കത്തി. അപ്പോ പശു പ്രസവിച്ച ലക്ഷണം വെച്ച് നോക്കിയാ ഇക്കൊല്ലം ഇവക്ക് എപ്പോഴും കളിയാ. പശു പറഞ്ഞത് എനിക്ക് ഏതാണ്ട് നല്ലത് വരുത്താനാ. ഓ, ഇനി എനിക്ക് എന്തോന്ന് നല്ലത് വരാൻ. വല്ല നിധിയോ മറ്റോ കിട്ടാനായിരിക്കും. നിധി കിട്ടിയാ പാതി ഞങ്ങൾക്ക് ഇങ്ങ് തരണേ അമ്മേ. ബിന്ദുവിനിപ്പോ കിട്ടിയില്ലേലും കുഴപ്പമില്ല. നിധി കിട്ടുന്നതല്ലേലും അമ്മയ്ക്കൊരു നല്ല ചേഞ്ച് വരാൻ പോണുണ്ട് ഉടനെ തന്നെ. മോനായിട്ട് നേരിട്ട് പറയാൻ വച്ചേക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എന്നറിഞ്ഞാ ചിലപ്പോ പിണങ്ങും പുള്ളി. അതെന്തോന്ന്? അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്കുള്ള അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പോവുക. എനിക്കെന്തോന്ന് അലച്ചില്? അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. എനിക്ക് എന്റെ ആരോഗ്യത്തിനോ ഒരു കുഴപ്പവുമില്ല. ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. ഉണ്ടോന്നുള്ളതല്ല, അമ്മയ്ക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയൊരു സെന്റർ നോക്കി അങ്ങോട്ടങ്ങ് മാറും. മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടി ആകുമ്പോ കാണണം ചിലരൊക്കെ എന്ത് ഹാപ്പിയാണെന്നറിയാവോ. അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ടുവന്ന് കാണിക്കാൻ പോവുക. എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക. വെറുതെ ഇരുന്നിട്ട്? വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രയർ ഉണ്ട്, എക്സർസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ 10 ദിവസം ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷേ കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീട്. അമ്മ അത്തരം സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെ ആർക്കും പ്രത്യേകിച്ച് ഒരു പണിയില്ല. അവിടെ പിന്നെ ആടാം പാടാം അങ്ങനെയും കൂടെയൊക്കെ ഉണ്ട്. അയ്യോ അമ്മ, ഇത് സ്വർഗലോകമല്ല, ഇതിന്റെ പേര് ശരണാലയം. ആ ശരണാലയം. ഈ ആഴ്ച തന്നെ അമ്മ അവിടെ ഒരു ദിവസം കൊണ്ട് കാണിക്കാൻ ഇരിക്കുവാ ചേട്ടൻ. എന്തിന്? അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോന്നറിയാൻ. ഇഷ്ടപ്പെടാതിരിക്കുകയല്ല, ഇഷ്ടമായില്ലേൽ കണ്ടിട്ടിങ്ങ് പോരാ. ഇഷ്ടമായാല് അതൊക്കെ അമ്മയുടെ മോൻ പറയും. അമ്മ പോയെന്ന് കണ്ടു നോക്ക്. അതായത് അമ്മേ, അമ്മയ്ക്ക് വേണമെങ്കിൽ അങ്ങോട്ട് മാറാം, വേണ്ടെങ്കിൽ വേണ്ട. അവിടെ ഒരു സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അമ്മ ഒറ്റയ്ക്ക് ഈ പഴയ വീട്ടില് ശരിയായിട്ടൊരു തുണയും സഹായവും ഇല്ലാതെ നിൽക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാം സ്വല്പം ടെൻഷനുണ്ട്. അന്ന് തന്നെ ഇതുപോലെ ഒറ്റക്കൊരു വീട്ടിൽ കഴിഞ്ഞ ഏതോ പ്രായമായ സ്ത്രീയെ ആരോ കൊന്നുവന്ന് പത്രത്തിൽ കണ്ടിട്ട് ഞങ്ങൾ അവിടെ കിടന്ന് അനുഭവിച്ച ദുരിതം ഓർമ്മയില്ലേ? രാത്രി ഫോൺ വന്നത്. എനിക്കിവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ വലിയ ബദ്ധപ്പാടും അധ്വാനവും ഒന്നുമില്ല. അതുണ്ടോന്ന് അറിയണമെങ്കിൽ
അമ്മ ആദ്യം സ്വസ്ഥമായിട്ടും സുഖമായിട്ടും ഒന്ന് ഇരുന്ന് നോക്കണമല്ലോ. സത്യത്തിൽ അമ്മയ്ക്ക് ഇപ്പൊ ഇത്രയും പ്രാരാബ്ധങ്ങൾ നോക്കി നടത്തേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഈ പശുക്കളും ആടുകളും കാച്ചിലിന് വളവിടലും തേങ്ങയുടെ കണക്ക്. ഞാനിവിടെ ഇല്ലേ പിന്നെ അതൊക്കെ? അമ്മയില്ല പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോഴീ വീട് 4 ദിവസം ജോലി കണ്ടില്ലെങ്കിൽ ചെതല പഴയ തടിയും മച്ചുമൊക്കെയാ. അത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഈ പറയുന്ന പോലെ പഴയ വീടാ, എന്നാ ഇരുന്ന് പൊളിയാൻ തുടങ്ങുന്ന പറയാൻ പറ്റാത്ത അവസ്ഥയാ. തീരെ വീഴുന്നുള്ള സ്റ്റേ എത്തുന്നതിന് മുമ്പ് വേണേൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയ അങ്ങനെയും ചെയ്യാവുന്നതേ ഉള്ളൂ. നാരായണൻകുട്ടി ഇത് വല്ലതും കേട്ടായിരുന്നോ? ആ, ഇവിടെ വിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നേ. ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ. ആണോടാ? ആ, ഏതാണ്ടെല്ലാം പറഞ്ഞു. അപ്പോ നീയും കൂടെ അറിഞ്ഞോണ്ടാണോ എന്നോട് ഇത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണി കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാശ് വേണം. അതിന് ഈ വീട് കൊടുത്താലോ എന്നവൻ എന്നോട് ചോദിച്ചു. അവന്റെ ഷെയറിലാ വീട്. എനിക്കത് ഈ തലയിടാനൊക്കെ ഇല്ല. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാകില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അത് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ആളും സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാരും കൂടെ വന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതിനാരും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാ വീടും പറമ്പും ഗോപന്റെ ഷെയറാ. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. അക്കാര്യം മറ്റുള്ളവർ തീരുമാനിച്ചോളൂ. ചേട്ടത്തി എന്താ ഈ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ? ആതുരാലയത്തിൽ ഒരുപാട് രൂപ കൊടുത്ത് മേടിച്ച സീറ്റ് വെറുതെ കളയണ്ട. ബിന്ദുവിന്റെ അമ്മ അച്ഛനൊക്കെ പ്രായമായിരിക്കുകയല്ലേ. അവർക്കാർക്കെങ്കിലും കൊടുത്തേരും അവിടുത്തെ സുഖവും കംഫർട്ട്സും. അമ്മയെ ഞങ്ങൾ കൊണ്ടുപോവാ. അതിപ്പോ അമ്മ എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ വേറെ ആരും അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട. മതി. അമ്മൂമ്മ ജെറിയാട്രിക് സെന്ററിലേക്ക് മാറ്റാൻ പോവാ? ഏയ് ഒന്നുമല്ല. അവിടെ ഡാഡിയും വേണിച്ചേട്ടന്റെ ഫാദറും കൂടെ പറയുന്നു. ഒന്നുമില്ലടാ, അമ്മ നമ്മള് കൊണ്ടുപോവാ. മതി കണ്ടത്, പോയി കിടന്നുറങ്ങ. മമ്മി ഒരു സ്വല്പം കൂടി ഉള്ളു. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓവർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മെറ്റീരിയലായിട്ട് ചിന്തിക്കുമ്പോൾ ഗോവന്റെ ആംഗിളിൽ നിന്ന് ഇതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റാ. ആ പണം കുറെ കൂടെ ബെനിഫിഷ്യലായ രീതിയിൽ. ബെനിഫിഷ്യൽ എന്ന് ഞാൻ പറയുമ്പോൾ കുറെയൊക്കെ പ്രാക്ടിക്കൽ എന്നുകൂടി അർത്ഥമെടുത്തോണം. ഇപ്പോ 3-4 ലക്ഷം രൂപ ഈ നാട്ടിൽ കിടക്കുന്നതും ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ കിടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെല്ലാം നമുക്ക് പറയാനൊക്കെയല്ല. അളിയൻ ഈ മെറ്റീരിയലും ഇമ്മറ്റീരിയലും ഒക്കെ മനസ്സിലാവും. ഈ വീടും അമ്മയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞൂടാ. അളിയൻ പോയി കിടന്ന് ഉറങ്ങ. ഞാൻ വെളുപ്പം കാലത്തങ്ങ് പോവും. രാവിലെ ചരൽക്കുന്നിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. കാലത്തെ കണ്ട് യാത്ര പറയാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഈ മുറി കിടന്ന് ചാകണം. ചത്തു കഴിഞ്ഞിട്ടും ഈ കട്ടിലെ കുറച്ചു നേരം ഒന്ന് കിടക്കണം. ഈ പറമ്പിൽ തന്നെ ദഹിപ്പിക്കണം. ഇങ്ങനെ 3 ആശയുണ്ട് എനിക്ക്. അമ്മയുടെ ആശ പോലെ എല്ലാം നടക്കും. ലൈറ്റ് അണച്ചേക്കട്ടെ അമ്മേ. ആ, അവൻ ഇത് മനസ്സിനെന്തോ ചാഞ്ചല്യം കേറിയതാ. പക്ഷെ അവൻ ഉദ്ദേശിക്കുന്നത് പോലല്ല. അവൻ ഇവിടം അങ്ങനെ അങ്ങ് വിൽക്കാനൊന്നും ഒക്കത്തില്ല. അവനെക്കാട്ടി കേമന്മാരായിട്ടുള്ള പലരും ഇരിക്കുന്ന മണ്ണായത്. അവരെ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ വിട്ടുകൊടുത്താലും